നമസ്തേ. കാർഷിക നിയമങ്ങൾക്കെതിരെ കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ എം.പി സുപ്രീം കോടതിയെ സമീപിച്ചു. പ്രതാപനോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, താങ്കൾ കർഷകനാണ്, എം.പി ആണ്, ഒപ്പം അല്ലറ ചില്ലറ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്നും പ്രതാപൻ്റെ അഭിഭാഷകൻ്റെ മറുപടി. ഇപ്പോഴത്തെ സംവിധാനം തുടരണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അതാണോ നിങ്ങളുടെ ആവശ്യമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ ചോദ്യം. തുടർന്ന് പ്രതാപൻ മറുപടി നൽകി, പ്രതാപൻ്റെ അഭിഭാഷകൻ മറുപടി നൽകി, താങ്ങുവില തുടരണമെന്ന്, അതാണ് എൻ്റെ ആവശ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, താങ്ങുവില ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്ന എന്തെങ്കിലും വ്യവസ്ഥകൾ ഈ 3 കാർഷിക നിയമങ്ങളിൽ കാണിച്ചു തരാൻ താങ്കൾക്ക് സാധിക്കുമോ? പെട്ടെന്ന് പ്രതാപൻ്റെ അഭിഭാഷകൻ കയ്യിലുള്ള പേപ്പർ കെട്ടുകൾ വേഗത്തിലെടുത്ത് അതൊക്കെ ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചു. ഈ ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊപ്പം തന്നെ ഈ കേസും പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാർഷിക നിയമത്തിൽ എന്താണുള്ളത്, ഈ കാർഷിക നിയമത്തിൽ എന്താണ് ഇല്ലാത്തത് എന്നതെങ്കിലും കൃത്യമായ ധാരണ നമ്മുടെ പൊതുപ്രവർത്തകർക്ക് ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുപ്രവർത്തകർക്ക് എന്നതിലുപരി ഈ സമരത്തിന്, പ്രക്ഷോഭത്തിന് ട്രാക്ടറും എടുത്ത് ഇറങ്ങുന്നവർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കുന്നുണ്ട്. സത്യത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം 2014 മുതലാണോ ആരംഭിച്ചത്? സത്യം മനസ്സിലാക്കാതെ എടുത്തുചാടി കലാപമുണ്ടാക്കിയതിന് പിന്നിലെ ലക്ഷ്യമെന്ത്? ഇന്ത്യ വിരുദ്ധ ശക്തികളെ താലോലിക്കുന്നത് ആരാണ്? കർഷകരുടെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നത് ആര്? ജനറൽ ഡിബേറ്റ് പരിശോധിക്കുകയാണ്. ഈ കലാപം ആസൂത്രണം ചെയ്തത് ആര്? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ജനപക്ഷം നേതാവും ദീർഘകാലം MLA-യുമായ ശ്രീ PC ജോർജ്, BJP നേതാവ് ശ്രീ സന്ദീപ് വചസ്പതി, ഇടതു നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ വിനോദ് സെൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ PC ജോർജ്, താങ്കൾ നേരത്തെയും നിലപാടെടുത്തതാണ്. കർഷക സമരത്തിന് അനുകൂലമായി നിയമസഭയിൽ ഉൾപ്പെടെ താങ്കൾ നിലപാട് സധൈര്യം പറഞ്ഞ ആളുകൂടിയാണ്. പക്ഷേ റിപ്പബ്ലിക് ഡേയുടെ സമയത്ത് അന്ന് രാജ്യതലസ്ഥാനത്ത് കാണിച്ചു കൂട്ടിയ ഈ അക്രമങ്ങൾ, അതിനോട് താങ്കളുടെ പ്രതികരണം എന്താ? കാർഷിക നിയമം ഒരു ഗവൺമെന്റ്, പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം നമ്മളെല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ആ നിയമം ജനങ്ങളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഇതുണ്ടാക്കുന്ന ഗവൺമെന്റിനും ഉണ്ട്, കൈപൊക്കുന്ന MP-മാർക്കും ഉണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താ? ഞാൻ കേരള നിയമസഭയിൽ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടൂല്ലോ, നിങ്ങൾ കേട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കാർഷിക നിയമം കൊണ്ട് കേരളത്തിനൊന്നും ഭയപ്പെടാൻ ഒരു ചുക്കുമില്ല. പക്ഷെ അതല്ല, ആന്ധ്രയോ കർണാടകയോ അല്ലെങ്കിൽ മറ്റ് രാജസ്ഥാനോ UP-യോ പോയാൽ നേരെ തിരിച്ചാണ്. കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് ഈ കാർഷിക മേഖല മുഴുവൻ തീരെഴുതി കൊടുക്കുന്ന തുല്യമായിട്ട് ഈ നിയമം മാറും. അവിടാണ് പ്രശ്നം. കേരളത്തിൽ അത് നടക്കില്ല. എന്താ കാര്യം? ഇത് റിലയൻസുകാരന്റെ കച്ചവടമാണ്. ആ റിലയൻസുകാരന്റെ കച്ചവടത്തിന് കൂട്ടു നിൽക്കണ ഒരു ഗവൺമെന്റ്, ഒരു പാർലമെന്റ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കേരളത്തിൽ ഇത് നടക്കരുത് ഞാൻ പറയാൻ കാരണം, ഇവിടുത്തെ കൃഷിഭൂമി ഒന്നും റിലയൻസുകാരൻ വന്ന് വിലക്കെടുക്കാൻ നടക്കാൻ പോകുന്നില്ല. അത് വലിയ സംഘർഷത്തിലേക്ക് പോകും. ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കേരള ജനപക്ഷമാണെങ്കിലും RSP ആണെങ്കിലും CP ആണെങ്കിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടാണ്. അധ്വാനിക്കുന്നവന്റെ വേർപ്പിന് വില കൊടുക്കണമെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ചെലവാകില്ല. പക്ഷെ രാജസ്ഥാൻ, UP, ബീഹാർ ഒക്കെ ഉള്ള പാവപ്പെട്ട കർഷകൻ അവരെയൊക്കെ അടിമയാക്കുന്ന സാഹചര്യം നമ്മൾ കാണേണ്ട ഗതികേടുണ്ടാവും. അത് കാണണോ? അത് ശരിയാണ്. അതുകൊണ്ടാണ് ഈ കാർഷിക നിയമത്തെ നമ്മൾ എതിർക്കുന്നത്. ഇവിടെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. BJP ഒഴിച്ച് മറ്റുള്ള ഭരിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും ഈ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കി. നിയമസഭയാ പാസാക്കിയത്. ആ നിലയ്ക്ക് ഈ നിയമം സംബന്ധിച്ച് ഒരു വിശദമായ ചർച്ചയ്ക്ക് തയ്യാറുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ, അല്ലെ അമിത്ഷായ്ക്കില്ലേ? അതൊരു മര്യാദയില്ലേ? BJP അല്ലാത്ത മുഴുവൻ ഗവൺമെന്റും നിയമസഭകളാണ് പ്രമേയം പാസാക്കി. അപ്പൊ ഈ MLA-മാർക്കൊന്നും ഒരു വിലയില്ലേ? കേരള നിയമസഭയുടെ പ്രത്യേകത എന്താ? 133 പേരെ ഇപ്പോൾ ഉള്ളൂ, അല്ല 134, 7 പേര് മരിച്ചു പോയുള്ളൂ. അപ്പൊ നോമിനേറ്റ് 134. അതിൽ ഒരൊറ്റയാളാണ് BJP ഉള്ളത്, രാജഗോപാലൻ. ആ രാജേട്ടനും കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന് അനുകൂലമായി കാർഷിക നിയമത്തിനെതിരെ വോട്ട് ചെയ്തു.
ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ആയാട്ടിനെ വോട്ട് ചെയ്ത് ജനവികാരം മാനിക്കാൻ ബാധ്യത എനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 90 വയസ്സുള്ള മനുഷ്യനാണ്. BJPയുടെ MLA ആണ് കേരളത്തിൽ കാർഷിക നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത്. നിസ്സാര കാര്യമാണ്. അപ്പൊ എന്താ ചോദിച്ചാൽ ഇതൊക്കെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ മാറ്റിവെച്ചിട്ട് ജനകീയ പ്രശ്നങ്ങളും ജനങ്ങളോടൊപ്പം നിന്ന് ചർച്ച ചെയ്യാനും ഒക്കെ തയ്യാറാണ്. പിന്നെ ഇവിടെ ഇന്ന് ഇപ്പോ ജനം പറഞ്ഞ ഒരു അഭിപ്രായം ഞാൻ ശ്രദ്ധിച്ചു. കലാപം. ആ കലാപത്തെ ആരാ സ്വാഗതം ചെയ്യുന്നത്? ആദ്യം കലാപത്തെ എതിർത്ത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയാണ്. എനിക്ക് സന്തോഷം തോന്നി. രാഹുൽ ഗാന്ധി അത് പറഞ്ഞ വലിയ അഭിമാനം. രാഹുൽ ഗാന്ധി വേറെന്തോടെ പറഞ്ഞു, ഒരാൾ മരിച്ചാൽ അത് രാജ്യത്തിനാണ് നഷ്ടം കൂടെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കലാപം, ഞാനിപ്പോ ഇന്നയാളാണെന്ന് പറയുന്നില്ലെങ്കിലും ഈ കർഷക വർഗത്തോട് ശത്രുതയുള്ള കാർഷിക മേഖലയെ തകർന്ന് ആഗ്രഹിക്കുന്ന ഏതോ ഗുണ്ട പടകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുക. ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ എന്ത് പാട്ടെ, ഒരു കാര്യം സത്യമാണ്. ആരാണ് പഞ്ചാബി എന്നുള്ളൊരു സിനിമാക്കാരനും ഒരു ഗുണ്ടായും കൂടെ കൂടിയാ അവിടെ പോയി കൊടി കയറ്റത്? നല്ല കാര്യം. അതാണോ സമരത്തിന്റെ ഭാഗം? ഇതൊക്കെ ജനം കണ്ടോണ്ടിരിക്കുക. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തത്, എല്ലാവരെയും ഇളക്കി വിടാൻ പലരും മുൻനിരയിൽ ഉണ്ടായിരുന്നു, പലരും അതിർത്തികളിൽ ട്രാക്ടറുകളിൽ കയറി വരൂ എനിക്ക് പിന്നിൽ അണിനിരക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമഘട്ടത്തിൽ എത്തിയപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്കറിയാം പല രഹസ്യങ്ങളും, ഞാനത് വിളിച്ചു പറയും എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നൽകിയ ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തിൻ്റെ ഭീഷണി. PC എന്ത് തോന്നുന്നു? കാരണം ഇത് ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ആവേശവും എല്ലാ വിധത്തിലുള്ള പിതൃത്വവും ഏറ്റെടുക്കാൻ ഇവിടെ മത്സരമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണ്ടേ അവർ? അക്രമത്തിൽ ഉത്തരവാദിത്വം സമരം ചെയ്യുന്നവർ ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ തർക്കിക്കുന്നില്ല. കാരണം സമരം നടത്തിയവർ അക്രമത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ അവർ സമരത്തിൽ പിന്മാറി എന്ന് പലരും പറഞ്ഞത്. ഞാനൊരു സമരം നയിക്കുന്നു, ആ സമരത്തിനകത്ത് അക്രമം നടന്നാൽ അത് തടയാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷേ ഡൽഹിയിലെ കർഷക സമരത്തിനടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനകത്ത് ഇതുപോലെ പ്രതിരോധ ശക്തികൾ അയറി കൂടി ഈയിടെ റൗഡിസം കാണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ അവിടെ നടന്നതല്ലല്ലോ. ഒരു സംശയം വേണ്ട. ആ അതുകൊണ്ടാണല്ലോ പല കർഷക സംഘടനകളും ഈ സമരത്തിൽ പിന്മാറി എന്ന് പറഞ്ഞല്ലോ. ഇത് എനിക്ക് ഈ പിന്മാറി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിപരമായി ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ചില ആളുകളെങ്കിലും ഇതിനകത്ത് പല പണി ചെയ്തിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. അല്ല, പക്ഷേ ഈ രീതിയിൽ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും കയറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഈ പറയുന്ന ആളുകളൊക്കെ നേരത്തെയും പല ആൾക്കാർക്കും വലിയ ഹീറോസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സിനിമാ നടൻ ശ്രീ PC ജോർജ്, താങ്കൾ തന്നെ സൂചിപ്പിച്ച സിനിമാ നടനെ കോൺഗ്രസ് ആയാലും CPM ആയാലും ഇടത് കക്ഷികളൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് വോയിസ് ഓഫ് ദി ഫാർമർ എന്നൊക്കെ പറഞ്ഞ് മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയച്ചു കേന്ദ്ര സർക്കാർ. ആ സമയത്ത് കർഷക സമരത്തെ അടിച്ചൊതുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദിയുടെയും തീരുമാനം എന്ന് പറഞ്ഞ് ആക്രോശിച്ചതാണ് ഇവരൊക്കെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോ മനുഷ്യന്റെ മനസ്സ് എപ്പോഴാണ് വ്യതിചലിക്കുന്ന ആർക്കറിയാൻ പറ്റും. ഏതായാലും ഈ കർഷക സമരം ന്യായമാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിലും സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ആ കർഷക സമരത്തിൽ പറയുന്ന അവരുടെ ഡിമാൻഡുകളുണ്ട്. ഇപ്പൊ 10 ചർച്ച കഴിഞ്ഞല്ലോ. വെറുതെ പേരിന് വേണ്ടിയുള്ള ചർച്ച നിർത്തിയിട്ട് മാന്യമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം, കർഷകരുടെ മനസ്സുകൂടെ കയ്യിലെടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ വേറെ ആരെങ്കിലും വിട്ടുകൊണ്ട് കാര്യമില്ല. ഇത് കർഷകർ ജനമല്ലേ, അത് ഇന്ത്യയിലെ ജനമല്ലേ, നമ്മുടെ ജനമല്ലേ, അത് പുറത്തു വന്നവരാണ്. ഗാന്ധിജിയെ പോലെ പാവങ്ങള് ഒറ്റമുണ്ട് കൊടുത്തോണ്ട് പാവങ്ങള് ഇറങ്ങി തിരിച്ചിരിക്കല്ലേ. ഗാന്ധിജിയുടെ മാർഗമല്ലേ അവർ സ്വീകരിക്കുന്നത്. സമാധാനത്തിന്റെ മാർഗവും സമരത്തിന്റെ മാർഗവും അതല്ലേ. സത്യാഗ്രഹമല്ലേ അവർ അനുഷ്ഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവരോടൊരു അനുകമ്പ വേണ്ടേ? ആ അനുകമ്പ ഭരണാധികാരി പ്രകടിപ്പിക്കണം എന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. തീർച്ചയായും അത് വളരെയധികം പ്രസക്തമായ ഒരു നിലപാട് തന്നെയാണ് ശ്രീ PC ജോർജ്. പക്ഷെ അപ്പോഴും ചോദ്യം ഉയരുന്നത്, ഇതൊക്കെ ശരിക്കും കർഷകർക്ക് വേണ്ടി തന്നെയാണോ?
അതോ ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഉദ്ദേശം മറ്റു പലതാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. പ്രധാനമന്ത്രി നേരിട്ട് കർഷകരുമായി അല്ലെങ്കിൽ കർഷക സംഘടനകളുമായി അത് ഒന്നുകൂടി സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ ഈ സമരം ചെയ്യുന്നവരുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകണമെന്നതാണ് ഇപ്പോൾ ദേശീയ തലത്തിലൊക്കെ ഉയർന്നു വരുന്ന ഒരാവശ്യം. ശ്രീ സന്ദീപ് ബജസ്പതി. അല്ല, ഇതിനകത്ത് ഏതൊരു സമരമുണ്ടായാലും അതിനകത്ത് പ്രധാനമന്ത്രി വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കൂ എന്നൊക്കെ പറയുന്നതാണ് ഫാസിസം. അതെങ്ങനെയാണ് നമുക്ക് ശഠിക്കാൻ പറ്റുന്നത്? പ്രധാനമന്ത്രി വന്നാൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കുകയുള്ളൂ എന്ന് ജനാധിപത്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? പ്രധാനമന്ത്രിയാണോ ഈ രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ? അങ്ങനെയുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണം പോലും മുൻപോട്ടേക്ക് പോവുകയില്ലല്ലോ. എന്ന് മാത്രമല്ല, ക്യാബിനറ്റിൻ്റെ സീനിയർ മന്ത്രിമാരാണ്, ഒരു മന്ത്രിയല്ല, ഒന്നിൽ കൂടുതൽ മന്ത്രിമാരെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ PC ജോർജ് പറയുകയുണ്ടായി, ഈ ബില്ല് എന്നുള്ളത് കർഷകർക്ക് പൂർണ്ണമായും എതിരാണ് എന്ന് മാത്രമല്ല, ഇത് കുത്തകകളെ സഹായിക്കുന്ന ബില്ലാണ്, അത് കേരളത്തിൽ നടപ്പാവില്ല എന്നൊക്കെയാണ് ശ്രീ PC ജോർജ് അവകാശപ്പെടുന്നത്. എന്താണ് ഈ ബില്ലിലുള്ള കുത്തകകളെ അനുകൂലിക്കുന്ന ഒരു ക്ലോസ്? ഏത് ക്ലോസ് അനുസരിച്ചാണ് കുത്തകകൾക്ക് ഈ ബില്ല് കൊണ്ട് ഗുണം കിട്ടുന്നത് എന്ന് ശ്രീ PC ജോർജ് വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്, കേരളത്തിൽ കുത്തകകളെ അനുവദിക്കില്ല, കേരളത്തിലുള്ളവരെല്ലാം അങ്ങ് ഇടതുപക്ഷമാണ് എന്നൊക്കെ ശ്രീ PC ജോർജ് പറയുമ്പോൾ, ശ്രീ PC ജോർജ് താങ്കൾക്കറിയാമല്ലോ കുട്ടനാട്ടിലെ അവസ്ഥ. കുട്ടനാട്ടിൽ ഈ പറയുന്ന PC ജോർജിന് പോയി ഒരു 10 ക്വിൻ്റൽ നെല്ല് മേടിക്കാൻ പറ്റുമോ? അവിടെയുമുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള, എങ്ങനെയാണോ ഉത്തരേന്ത്യയിലെ മണ്ഡി സമ്പ്രദായം പ്രവർത്തിക്കുന്നത് അതേപോലെയുള്ള നെല്ല് സംഭരണ യൂണിറ്റുകൾക്ക് അല്ലെങ്കിൽ അതിന് ലൈസൻസ് ഉള്ളവർക്ക് സ്വകാര്യ മില്ലുടമകൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. പുറമേ നിങ്ങൾ എത്ര വില കൊടുക്കാമെന്ന് പറഞ്ഞാലും കർഷകർക്ക് നേരിട്ട് വിൽക്കാൻ അവകാശമില്ലല്ലോ കുട്ടനാട്ടിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടനാട്ടിൽ നിന്ന് നെല്ല് കൊണ്ടുപോകുന്നവരെങ്ങനെയാണ്? കർഷകൻ അവന് ഇഷ്ടമുള്ളിടത്ത് അവന് നെല്ല് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ മേടിക്കുന്ന കർഷകനെ നിങ്ങൾ നെല്ല് വാങ്ങിയാൽ ഒരു മിനിമം 2 മാസം 3 മാസം 6 മാസത്തിനുള്ളിലെങ്കിലും പണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കൊണ്ടുപോകുന്ന കുത്തക മില്ല് മുതലാളി അയാൾ ഈ നെല്ല് കൊണ്ടുപോയി പുഴുങ്ങി ഉണക്കി കുത്തി അയാൾ റീറ്റെയിൽ ഷോറൂമുകൾ വഴി വിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ പണം കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും അങ്ങ് സംഭവിക്കില്ല, ഞങ്ങളൊക്കെ അങ്ങ് വലിയ ആൾക്കാരാണെന്നൊന്നും ദേവി അത് പറയരുത്. കേരളത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞതിൽ ഞാൻ വീണ്ടും ചോദിക്കുക, എന്താണ് ഇതിൽ കുത്തകകളെ സഹായിക്കുന്ന ഒരു ക്ലോസ് എന്താണുള്ളത്? എവിടെയാണ് കുത്തകകളെ സഹായിക്കുന്നത്? കുത്തകകളെ സഹായിക്കുന്ന ബില്ലാണെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞല്ലോ, ഈ ബില്ലിലെ ഓരോ വ്യവസ്ഥകളും എടുത്ത് ഓരോ വാക്കുകളും എടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്യാം. ഇതിൽ കൂടുതൽ എന്താണ് ശ്രീ PC ജോർജ് ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു സർക്കാർ, ജനാധിപത്യ വ്യവസ്ഥിതിയെ നയിക്കുന്ന ഒരു സർക്കാർ പറയേണ്ടത്? ഈ ബില്ലിലെ ഓരോ വാക്കുകൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, ഓരോ വരികൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ബില്ല് റദ്ദാക്കൂ. എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുക? ഇവിടെയാണ് അനുരഞ്ജനത്തിന്റെ വാതിലുകൾ ആരാണ് അടച്ചിട്ടത്? ഈ സമരം ഇങ്ങനെ മുൻപോട്ടേക്ക് തന്നെ പോകണം. ഈ സമരം ഒരിക്കലും അവസാനിക്കരുത്. ഇതിനെ ഞാൻ കർഷക സമരമെന്നല്ല പറയുന്നത്. ഇത് ശരിക്കും ഒരു ബ്രോക്കർ കലാപമാണ് നടന്നത്. ഈ ബ്രോക്കർ കലാപത്തിന് വേണ്ടി ബ്രോക്കർമാർ വരികയാണ്. എവിടെയാണ് യഥാർത്ഥ കർഷകന്മാരുണ്ടായത്? ഏത് കർഷകനാണ് ശ്രീ PC ജോർജ് 50 ലക്ഷത്തിൻ്റെയും 60 ലക്ഷത്തിൻ്റെയും ബൈക്കുള്ളത്? ഏത് കർഷകനാണ് നമ്മുടെ ഓഡി കാറിലും മറ്റ് വില കൂടിയ ബെൻസ് കാർ അടക്കമുള്ള ആധുനിക ബൈക്കുകളിലൊക്കെ വരാൻ സാധിക്കുന്ന ഏത് കർഷകനാണുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കർഷകർക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് നാം സമ്മതിക്കേണ്ടി വരും. ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇത്ര വലിയ ഭൗതിക സാഹചര്യങ്ങളുടെ സുഖലോലുപതയും ഉള്ളവരൊക്കെയാണ് ഇന്ത്യയിലെ കർഷകരെങ്കിൽ പിന്നെ കർഷകൻ എന്താ പ്രശ്നം? കർഷകനൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ വന്നവരൊന്നും കർഷകരല്ല, ഈ വന്നവരൊക്കെ ഇടനിലക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബ്രോക്കർ കലാപമാണ്. അപ്പൊ ഈ ബ്രോക്കർ കലാപത്തിന് വന്നവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇതൊരിക്കലും പരിഹരിക്കപ്പെടരുത്. അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ക്ലോസ് വെക്കുമോ? സർക്കാർ ഇറക്കിയ നിയമം റദ്ദാക്കി എന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ പേര് ധിക്കാരം എന്നാണ്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ധിക്കാരവും ഫാസിസവും ഒന്നും ജനാധിപത്യത്തിന് ചേരുന്നതല്ല. ജനാധിപത്യപരമായ രീതിയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാത്രം ആവശ്യമായിരുന്നോ ശ്രീ PC ജോർജ്? ഈ പറയുന്ന CPIM-ന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇതേ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? എല്ലാവരുടെയും ആവശ്യമായിരുന്നു. പക്ഷേ എന്താ വിഷയം? ഇടനിലക്കാരെ പിണക്കാനുള്ള നട്ടല് ഒരു ഭരണാധികാരിക്കും ഇല്ലാതെ പോയി. അത് നരേന്ദ്രമോദി കാണിച്ചു. അതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇത് കർഷകന് പ്രയോജനപ്പെടുന്നതാണ്, ഇടനിലക്കാരന്റെ ഉമ്മാക്കി കണ്ട് ഞങ്ങൾ ഇത് പിൻവലിക്കും, ഇതേയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും പറഞ്ഞു, ശരി, കർഷകർ പറയുന്ന നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച.
ആ വന്നവർ കർഷകരാണോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല. കർഷക സംഘടനകൾ പറയും ദാ ഇവരാണ് ഞങ്ങളുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട എന്തിനെ പറ്റിയാ? നിയമത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ആശങ്ക ഉള്ളത് എങ്കിൽ നിയമത്തിൻ്റെ ക്ലോസ് നമുക്ക് ചർച്ച ചെയ്യാം. നിയമത്തിലെ ചില വാക്കുകൾ നമുക്കറിയാം. നിയമത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിൻ്റെ എല്ലാ വ്യാപ്തിയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ആ സെന്റൻസ് സ്ട്രക്ചറുകളെ പറ്റി ചർച്ച ചെയ്യാം. പറ്റില്ല. ആദ്യം നിങ്ങൾ നിയമം റദ്ദാക്കിയിട്ട് വരൂ എന്ന് പറയുമ്പോഴാണ് ഈ സമര സംഘടനാ നേതാക്കന്മാരുടെ ഇന്റൻഷനെ നാം ചോദ്യം ചെയ്യുന്നത്. അവരുടെ ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നില്ല, ജനാധിപത്യപരം ആയിരുന്നില്ല. പുതിയ കാർഷിക നിയമങ്ങൾ ഏലം കർഷകർ വലിയ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്ത വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൂടി ഈ ചർച്ചയിലൊന്ന് പറയുകയാണ്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, ഞാൻ നേരത്തെ ശ്രീ പി സി ജോർജിനോട് ചോദിച്ചൊരു ചോദ്യം അതിനിടയിൽ ഒരു ഉപചോദ്യമായി ചോദിച്ചിരുന്നു. ഈ സിനിമാ നടനെ പറ്റിയാണല്ലോ ഇപ്പോൾ ചർച്ച ഇങ്ങനെ കൊടുമ്പിരി ഉള്ളെന്ന്. അതായത് BJPയുടെ ഏജൻ്റാണ് ഇയാൾ അവിടെ ഇങ്ങനെ കയറി പറ്റിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെന്ന്. ഏറ്റവും ഒടുവിൽ ദീപ് സിദ്ധു അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞത് പലരും അദ്ദേഹത്തെ ചതിച്ചു എന്നാണ്. പലരും ഇതിൻ്റെ തുടക്കത്തിലൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു, ട്രാക്ടറിൽ കയറി ഷോ ഓഫ് കാണിക്കാനൊക്കെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലായപ്പോൾ ഇവരൊന്നും തന്നെ ഇല്ല, പുള്ളി ഒറ്റയ്ക്കായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും UAPA പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടി ആരംഭിച്ചിരിക്കുന്നത്. അത്രയ്ക്കും വലിയ തോന്നിവാസമാണ് രാജ്യതലസ്ഥാനത്ത് അയാൾ നടത്തിയത് എന്നതിലും ഒരു സംശയമില്ല. പക്ഷേ തുടക്കത്തിൽ KK രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓഡിയോ അത്ര ക്ലിയർ ഇപ്പൊ കേൾക്കാമോ ശ്രീ റെജി ലൂക്കോസ്? കേൾക്കാമോ? ഇതിനുള്ള മറുപടിക്ക് മുന്നായിട്ട് എനിക്ക് സന്ദീപ് പറഞ്ഞതിനോട് പ്രതികരിക്കാൻ, BJPയുടെ കർഷകരോടുള്ള മനോഭാവം കേന്ദ്ര സർക്കാരിനും ഈ പാർട്ടിക്ക് ഉള്ളത് എന്താണെന്നുള്ളതും സന്ദീപിന്റെ വായിലൂടെ തന്നെ തിരിച്ചു പുറത്തു വന്നു. 80% വരുന്ന ഇന്ത്യൻ ജനതയുടെ 82% വരുന്ന കർഷകരോടുള്ള ഒരു സമീപനം. ഇവിടെ സന്ദീപ് പറഞ്ഞു ഇവിടെ എത്ര കർഷകർക്ക് ഓടിയുണ്ട്, എത്ര കർഷകർക്ക് ബെൻസ് ഉണ്ടെന്നൊക്കെ. അതായത് കർഷകർ ഇപ്പോഴും മണ്ണിൽ ചവിട്ടി വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ട് അവർ കാളവണ്ടിയിലോ സൈക്കിളിലോ യാത്ര ചെയ്താൽ മതി, നീ ഒന്നും ഒരു വാറ് പോലും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിന്നെയൊക്കെ തല്ലിച്ചതയ്ക്കും, നീയൊക്കെ അവിടെ മര്യാദ കിടന്നു, നിന്റെയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ നീ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിളകള് ഞങ്ങൾക്ക് തോന്നുന്ന അംബാനിക്കും അദാനിക്കും കൊടുക്കും, നീ ഒന്നൊരു പുല്ലും അല്ലടാ എന്നുള്ളതാണ് വാസ്തവനോട് പറയുന്നത്. എന്തൊരു കഷ്ടം! ഇതൊക്കെ എത്ര ആളുകൾ കേൾക്കുന്നതാണ് ലോകം മുഴുവനും. സന്ദീപന്റെ നല്ലൊരു സുഹൃത്താ, അതാണ് നിങ്ങളുടെ മനോഭാവം. പിന്നെ നിങ്ങൾ അതേക്കുറിച്ച് അത്ര പറയുന്നത് അത് കേട്ട പ്രേക്ഷകർ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചത് ദീപ് സിദ്ധു ആരാണെന്നുള്ള, ഏതെല്ലാം രീതിയിലുള്ള പുണ്യനദികളിലെ വെള്ളം കൊണ്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 24 മണിക്കൂർ കൊണ്ട് അയാളെ പുണ്യാകം തെളിച്ച് നീതിമാനാക്കാൻ ശ്രമിച്ചാലും അയാൾ BJPക്കാരൻ തന്നെയാണ്, BJPയുടെ ഏജന്റാണ്. സണ്ണി ദിയോളിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ ചുമതല അയാൾക്കായിരുന്നു. അയാൾ കഴിഞ്ഞ 39 ദിവസമായിട്ട് ഈ സമരത്തിൽ 60 ദിവസം നടത്തിയ പ്രക്ഷോഭത്തിൽ 39 ദിവസമായിട്ട് അയാൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ ഇരുന്നുകൊണ്ട് 20 25 തവണ നിങ്ങൾ നോക്കൂ, ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അതിന്റെ നേതാക്കന്മാർ താങ്കൾ ഈ വേദിയിൽ നിന്ന് പോകണം. അപ്പൊ അതിനെ പുകഴ്ത്തിക്കൊണ്ട് BJPയുടെ ഒരു ഗൂഢതന്ത്രത്തിന്റെ തിരക്കഥകള് മെനഞ്ഞുകൊണ്ട് ായിരുന്നു. ഈ രണ്ടാമത്തെ വസ്തു എന്ന് പറയാനായിട്ട് ഈ സമരം പൊളിക്കാനായിട്ടുള്ള സകല തന്ത്രങ്ങൾ നോക്കി. ഇവിടെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞു പ്രധാനമന്ത്രി മാത്രമാണെങ്കിൽ അത് സജീവ പറഞ്ഞത് പ്രധാനമന്ത്രിയോട് മാത്രം. ഒരു നിമിഷം ശ്രീ റെജി ലൂക്കോസ്, ദയവായി ക്ഷമിക്കുക, താങ്കളുടെ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ച് വേഗത്തിൽ തിരിച്ചെത്താം. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ബർക്കാദത്താണല്ലോ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളൊക്കെ നടത്തിയ ഒരു മാധ്യമ പ്രവർത്തക. ബർക്കാദത്ത് കഴിഞ്ഞ ദിവസം ഈ ദീപ് സിദ്ധുവിനെ ഒരു 35 മിനിറ്റ് അങ്ങ് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലൊക്കെ കൃത്യമായി തന്നെ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ കൂടെ നിങ്ങളൊരു ഫോട്ടോ എടുത്തില്ലേ, തൊട്ടപ്പുറത്ത് സണ്ണി ഡിയോൾ അല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഐ എം നോട്ട് എ മെമ്പർ ഓഫ് BJP, ഐ എം നോട്ട് എ BJP സപ്പോർട്ടർ. സണ്ണി ഡിയോളും ഞാനും തമ്മിൽ 10 വർഷത്തെ പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിലൊക്കെ സഹായിച്ചു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞവന്മാരുമായി എന്ന് പറഞ്ഞാൽ ഈ BJPക്കാരുമായി ഒരിക്കലും യോജിച്ച് പോകാൻ പറ്റില്ല എന്ന്. റെജി ലൂക്കോസ്, ഇപ്പോൾ ഓക്കെയാണ് താങ്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പറയും. അതെ. അല്ല, ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറയാം. അതായത് നിങ്ങളിപ്പോൾ ഈ ദീപ് സിദ്ധു എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ വെള്ളപൂശുക. നിങ്ങളല്ലേ നാളത്തെ 40 തവണ ഈ 6 വർഷമായിട്ട് രാജ്യസ്നേഹത്തെ കുറിച്ചും രാജ്യദ്രോഹത്തെ കുറിച്ചും ചർച്ച ചെയ്യുന്നത്? രാജ്യത്തിന്റെ ഷാവിന് അറിയാമല്ലോ, നമ്മുടെ റെഡ് ഫോർട്ട് ചരിത്രം
200 വർഷത്തെ ചരിത്രം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രതീകമാണ്, ഇതിനകത്തെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് റെസ്റ്റോറന്റ്. അത് വാടകയ്ക്ക് കൊടുത്തു, അത് വേറെ രജനി ഘോഷ് വീണ്ടും ഇടപെടുകയാണ്. ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് തിരിച്ചെത്താം. പെട്ടെന്ന് ശ്രീ വിനോദ് സെൻ എന്തൊക്കെയായാലും ഒരു വലിയ കലാപം, കളങ്കം തന്നെയാണ് നടന്നത്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. എന്തൊക്കെ പേര് പറഞ്ഞ് അതിനെ തണുപ്പിക്കാൻ ശ്രമിച്ചാലും നടന്നത് രാജ്യത്തിന് ഹിതകരമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത്ര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ഈ കലാപം നടത്തിയത് ആരാണ്? അതാണ് ചോദ്യം. എന്തായാലും ഡൽഹി പോലീസ് ഒരു വശത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര മന്ത്രാലയം കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവസാനം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ പലരും വേണ്ടപ്പെട്ടവരായിരിക്കുമോ എന്ന പേടിയും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏത് വേണ്ടപ്പെട്ടവരായാലും സമരം തലസ്ഥാനത്തിന്റെ ഇത് ആദ്യമല്ല. തലസ്ഥാനത്തിന്റെ ആഭ്യന്തര കാരണമാണ്. കാലവും ഡൽഹിയുടെ ആഭ്യന്തര ഇപ്പൊ കർഷകർ സമരം ചെയ്യുമ്പോൾ എന്നോട് ദയവായി ക്ഷമിക്കുക ശ്രീ വിനോദ് സെൻ. ഒപ്പം ശ്രീ റജി ലൂക്കോസ്. ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാനൊന്ന് വേഗത്തിൽ പരിഹരിച്ച് വേഗം തിരിച്ചെത്താം. ശ്രീ പി സി ജോർജ്, ശ്രീ സന്ദീപ് വചസ്പതി, ദയവായി ക്ഷമിക്കുക. പെട്ടെന്ന് തിരിച്ചെത്താം. ശ്രീ പി സി ജോർജ് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു അത്. ദയവായി ഒന്നുകൂടി ക്ഷമിക്കുക. ശ്രീ പി സി ജോർജ്, ആ ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ട് ഇടനിലക്കാരെ കുറിച്ച് പരാമർശിക്കുന്നില്ല? എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആ സുഹൃത്ത് വളരെ ആത്മാർത്ഥമായി പ്രധാനമന്ത്രിക്ക് വേണ്ടിയും BJPക്ക് വേണ്ടി സംസാരിച്ചു. അതിന് മറുപടി യഥാർത്ഥത്തിൽ പറയേണ്ട റെജി ലൂക്കോസ്, ഞാനല്ല. ഞാനൊരു വളരെ ചുരുക്കമായിട്ടൊക്കെ നിർത്തിക്കുക. റെജി ലൂക്കോസ് തന്നെ സംസാരിക്കട്ടെ. ഒരു കാര്യം ആ സുഹൃത്തോട് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ കുട്ടനാട്ടില് കൃഷിക്കാരന് നെല്ലെടുക്കാൻ പറ്റുമോ, തൊഴിലാളി പറയുന്നത് കാശ് കൊടുക്കണ്ടെന്ന്. എന്റെ സഹോദരൻ, ഇങ്ങനൊക്കെ പറയാമോ? കർഷക തൊഴിലാളി കേരളത്തിൽ ജീവിക്കണ്ടേ? കാർഷിക തൊഴിലാളി ആ മനുഷ്യനല്ലേ? അവര് വേർപ്പിന് വില കൊടുക്കണ്ടേ? അവിടെ കേരളത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നത്, ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളൊന്നുമല്ല, അവിടെയുള്ള കൃഷിക്കാരന്റെ മുഴുവൻ നെല്ലും വില നിശ്ചയിച്ചില്ല. വില അനുസരിച്ച് എടുക്കുക മാത്രമല്ല, മുഴുവൻ പണവും കൊടുത്തു തീർന്നു. എന്നിട്ടാ ഇങ്ങനെ വർത്തമാനം പറയുന്നേ. അവിടെ കർഷകനെ പോലെ തന്നെ കർഷക തൊഴിലാളിയുണ്ട്. തൊഴിലാളി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്, കൃഷിക്കാരന്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഒരു തർക്കവും കുട്ടനാട്ടിലില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ വർത്തമാനം പറ്റുന്ന കാര്യം. അതുകൊണ്ട് തൊഴിലാളിയെ ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തെ പോലെ ഒരു സംസ്ഥാനം സംസാരിക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ബാക്കി നമ്മുടെ റെജി ലൂക്കോസ് വളരെ വിശദമായിട്ട് മറുപടി പറയട്ടെ. ഞാനല്ല, അദ്ദേഹം മറുപടി പറയേണ്ടത്. അതിന് സമയം കൊടുക്കുകയാണ്. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്. റെജി. താങ്ക് യു ജോർജ് സാറേ. തീർച്ചയായിട്ടും അതായത് സന്ദീപ് ഇവിടെ പറഞ്ഞത് വാസ്തവമാണെന്നുണ്ടെങ്കിൽ പതിവിന് വിരുദ്ധമായിട്ട് ഒരു ചാനലിലും കേൾക്കാത്ത രീതിയിലുള്ള ഈ രാജ്യത്തെ കർഷകരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക ചെയ്തേ. സന്ദീപ് എന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. സന്ദീപിനുള്ള മറുപടികൾ എണ്ണി ഞാൻ പറയാം. അതിനുള്ള സമയം ശാമ്പാവ് ജോർജ് സാർ എനിക്ക് അനുവദിച്ചതിന്റെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സന്ദീപ് ഇപ്പൊ ജോർജ് സാർ പറഞ്ഞല്ലോ, സന്ദീപ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആക്ഷേപിച്ച് സംസാരിച്ചു. സാധാരണ അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരാളല്ല. കുട്ടനാട് ഞങ്ങളുടെയൊക്കെ നാടിന്റെ അവിടെ ഒരു 10-15 കിലോമീറ്റർ അപ്പുറം കുട്ടനാട്. എന്റെയൊക്കെ വീടിരിക്കുന്നതിന്റെ അവിടെ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ അപ്പർ കുട്ടനാടായി. ഈ കുട്ടനാട്ടിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾക്ക് ഒരു കർഷകന്റെ വേദന പറയാൻ പറ്റും? അവന് സ്വാഭാവികമായി മട വീഴുന്നതിന്റെ ഒക്കെ ഉണ്ട്. ഇപ്പൊ തറവല കൂട്ടിയിരിക്കുക. തന്നെയുമല്ല, അത് വാങ്ങിക്കുന്ന ആരാ? ഇവിടുത്തെ കുത്തമുതലാളിയല്ല സന്ദീപേ, കേരള സർക്കാരാണ് വാങ്ങിക്കുന്നത് കാലങ്ങളായിട്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ഈ നിയമത്തിൽ വരുന്നത് എന്താ? അംബാനിക്ക് വേണ്ടിയിട്ടും അദാനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ FCI ഗോഡൌണിലേക്ക് നിറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്ന സംവിധാനം, ചന്തകളിൽ പോയി ഓപ്ഷൻ എടുക്കുന്ന സംവിധാനങ്ങളെ നിങ്ങൾ ഉടച്ചുകൊണ്ട് അംബാനിക്കും അദാനിക്കും വേണ്ടി നിങ്ങൾ ഓപ്പൺ മാർക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതാണ് അതിന്റെ ഡിഫറൻസ് കേരളം അവിടെ ആയിട്ടുള്ളത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈ അംബാനി എന്ന് പറയുന്ന റിലയൻസ് കോർപ്പറേറ്റ് മുതലാളി ഈ ഒരു പ്രസ്താവന ഇറക്കി. അത് അയാളെന്താ ഇന്ത്യയുടെ രണ്ടാമത്തെ സമാന്തര ഗവൺമെന്റ്. അയാൾ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ സർക്കാരിനെ കർഷകരെ ആദരിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പൂവി വാങ്ങിച്ചു കൂട്ടത്തില്ല. ഞങ്ങൾ തറവില ഒരിക്കലും മാറ്റത്തില്ല. ഈ 3 കാര്യങ്ങളും പറയേണ്ട കേന്ദ്ര ഗവൺമെന്റ്. ഈ അംബാനിയുടെ റിലയൻസ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തിന് ഇന്ത്യൻ ജനതയോടും കർഷകരോടും പറയാൻ എന്ത് അധികാരം? അതിൽ തന്നെ വളരെ വ്യക്തമല്ലേ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയെന്നുള്ളവരും വളരെ വ്യക്തമല്ലേ. FCIയുടെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗോഡൌണുകൾ ഏതാണ്ട് പകുതിയോളം ഓൾറെഡി തന്നെ അയാൾ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ഒറ്റ ഉദാഹരണം പറയാം. കാർഷിക മേഖലകളിൽ കർഷകർ എന്തുകൊണ്ടാണ് സമരം ചെയ്യുന്നത്? നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളുടെ ഈ കേന്ദ്ര സർക്കാരും BJPയുടെ ഏജന്റുമാരും കൊട്ടിക്കൊഴിച്ചല്ലോ, അവരെല്ലാം തീവ്രവാദികളാണ്, കാര്യസാമവാദികളാണെന്ന്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു എന്താ അറിയോ, നിങ്ങളുടെ ഈ ഭരണകൂടത്തിലെ വോയിസ് ഓഫ് ഡിസന്റ് അതാരെന്നറിയോ? രാജ്നാഥ് സിംഗ് പറഞ്ഞു 14ാമത്തെ ദിവസം ഒരിക്കലും അവർ കാര്യസാമവാദികളോ തീവ്രവാദികളല്ലെന്ന്. നിങ്ങൾ രാജ്നാഥ് സിംഗിനെ തള്ളി പറയോ? ധൈര്യമുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പരസ്യമായിട്ട് ഈ രാജ്യത്തോട് പറഞ്ഞതാ.
അവര് തീവ്രവാദികളല്ല, അവര് കർഷകർ തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ റെജി ലൂക്കോസ് ആ പോയിന്റ് തന്നെ പിടിക്കണേ. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, കാരണം ഞാൻ സമയം തരും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും സമയം തരും. പക്ഷേ എനിക്കൊരു സംശയമാണ് റെജി ലൂക്കോസ്, ഞാനത് തെറ്റാണോ ശരിയാണോ ഒന്നും അറിയില്ല, കാരണം അത് തിരുത്തേണ്ടത് താങ്കൾ തന്നെയാണ്. ഇളംകുളത്ത് നാട് പാടശേഖരത്ത് നിന്ന് കൊയ്ത 1500 കിൻഡൽ നെല്ല് പാടത്ത് കൂട്ടിയിട്ട് ഒരാഴ്ചയായി കാവലിരിക്കുകയാണ് കർഷകർ. കഴിഞ്ഞ ദിവസം ഏജന്റ് പാടം സന്ദർശിച്ചെങ്കിലും സംഭരണ കാര്യത്തിൽ തീരുമാനമായില്ല. ചുമട്ടുകൂലി ഒഴിവാക്കണമെന്ന ആവശ്യം പോലും, കർഷകരുടെ ആവശ്യങ്ങൾ പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇതൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് എൻ്റെ ഒരു സംശയം മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അല്ല, നിങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്നും ഇങ്ങനെ എവിടെയോ ഒരു ഇളങ്കം തുത്താതെ എവിടെയോ ഒരു 3-4 ഇത് ഞാനല്ല, ഇത് ഇന്നലെ ചെങ്കോട്ട പിടിച്ചെടുക്കി എന്നൊക്കെ പറഞ്ഞ മാതൃഭൂമി പത്രമാണ് ഇത് കൊടുത്തത്. ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡോ അല്ല ശ്രീ റെജി ലൂക്കോസ്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ചിരുത്തി സംസാരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ആ ചർച്ചയിൽ മൗനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മൗനം വേണ്ട, പറഞ്ഞോളൂ. സംശയം മാത്രം, സംശയം ചോദിക്കരുത് എന്ന് പറയുന്നത് ഫാസിസ്റ്റ് രീതിയല്ലേ ശ്രീ റെജി ലൂക്കോസ്? അവസാനം ചോദിക്കൂ. നിങ്ങൾ ആ ചർച്ച, ഞാൻ സംസാരിക്കുന്നതിന്റെ ഫ്ലോ നഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ ഇടയ്ക്ക് കയറി ഇന്റർഫിയർ ചെയ്യുന്നത്? തീർച്ചയായും പറഞ്ഞോളൂ. അല്ല, അത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു പോളിസി തന്നെ മാറ്റി. നമ്മളൊക്കെ എത്ര വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. 82% വരുന്ന ഇന്ത്യയിലെ കർഷകനെ ആക്ഷേപിച്ചുകൊണ്ട് അവൻ ഓടിക്കാരെ പോകാൻ പറ്റത്തില്ല, അവന് ബെൻസിൽ പോകാൻ പറ്റത്തില്ല, അവൻ നടന്നു പോകണമല്ല, അവൻ സൈക്കിളിൽ പോകണമല്ല, കാളവണ്ടി പോകണം എന്നൊക്കെ ഒരു ജനപ്രതിനിധി അല്ല ഒരു പാർട്ടിയുടെ പ്രതിനിധി ചർച്ചയിലിരുന്നോണ്ട് നിങ്ങളുടെ ചാനലിനകത്തോട് പറഞ്ഞാൽ റെജി വേണ്ടാത്ത പറയരുത്, റെജി വേണ്ടാത്തത് പറയരുത്. ഈ ചാനലിരുന്നോണ്ട് നിങ്ങൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ പറയാനായിട്ട് റെജി തോന്നിവാസം പറയരുത് ചർച്ചയില്, കേട്ടോ? എന്താ തോന്നിവാസം പറ? ഞാൻ അങ്ങനെ പറഞ്ഞു? താങ്കൾ എവിടെയാ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഓഡിയോക്കാരുണ്ടെന്നുള്ളത് പറഞ്ഞു. നിങ്ങൾ ഓടിക്കാറുള്ളവൻ ഫാർമർ തന്നെയാണോ എന്നാണ് റെജി ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം കർഷകൻ ഓടിക്കാരിൽ പോകാൻ പാടില്ല എന്നാണെന്ന് താങ്കൾ എവിടുന്ന മലയാളം പഠിച്ചത്? താങ്കളെ ഡ്രില്ല് സാറാണോ മലയാളം പഠിപ്പിച്ചത്? അതിന് മലയാളം എന്താ? ഓടിയും ബെൻസും കോണ്ടസ കാറും ഉള്ളവൻ കർഷകനാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം കർഷകർക്ക് ഓടിക്കാരെ പോകാൻ പാടില്ല എന്നാണെന്ന മലയാളം റെജി ലൂക്കോസ് എവിടെ നിന്നാണ് പഠിച്ചത്? ആ പഠിച്ച പാഠം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി റെജി. കള്ളം പറയുന്നത് താങ്കളുടെ ജന്മാവകാശമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഇവിടെ എടുക്കരുത്, അത് എന്റെ പേരിലാക്കരുത്. താങ്കൾ കള്ളം പറഞ്ഞോ, അത് എന്റെ വായിൽ തിരികണ്ട, കേട്ടോ? താങ്കൾക്ക് കള്ളം പറയാൻ നല്ല മിടുക്കുള്ള ആളാ, പക്ഷെ അത് സന്ദീപ് പറഞ്ഞു എന്ന് പറയണ്ട, റെജി ലൂക്കോസ് പറഞ്ഞോളൂ, എനിക്കൊരു വിഷയമില്ല. റെജി പറഞ്ഞോളൂ. ഇല്ല, അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഇത് റെജി ലൂക്കോസ് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ഈ ഓടിക്കാറിലും ബെൻസിലും ഒക്കെ വരുന്നവരെ കർഷകരാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ഒരു ചോദ്യമേ ഉള്ളൂ. കാരണം ഒരു ഇടനിലക്കാരെ പ്രശ്നം ഇവിടെയുണ്ട് റെജി ലൂക്കോസ്. കർഷക കലാപമല്ലെന്ന്, ബ്രോക്കർ കലാപമാണ് റെജി. റെജി പറഞ്ഞോളൂ. സംസാരിപ്പിക്കാനുള്ളതും ശാംബാവും സന്ദീപ് ഉറപ്പിച്ചു. അതായത് ചർച്ചയിൽ വന്ന് കൗണ്ടർ ചെയ്യുമ്പോൾ അവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. പറഞ്ഞതിൽ നാണക്കേട് തോന്നുന്നുണ്ട്, അതങ്ങ് പറഞ്ഞേര്. നിങ്ങൾ പറഞ്ഞ ലോകം മുഴുവൻ കേട്ടു, ഇപ്പോഴും ആവർത്തിച്ചു. ഇപ്പൊ ശാംബാവ് ആവർത്തിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ് റെജി, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കർഷകനെ പ്രിജിങ്ങനെ അവന് ഓടിക്കാൻ, ഞാൻ നാളെ ഓടിയല്ല ഫെരാരി വാങ്ങിക്കാൻ സാമ്പത്തികം ഉണ്ടായി, ഞാൻ അത് വാങ്ങിക്കുന്നവനാ. അവന്റെ പേര് കർഷകൻ എന്നല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാട്ടിൽ അതിലും പതിതരായ കർഷകരുണ്ട് റെജി, മനസ്സിലായോ? അവർ ഇടനിലക്കാരാണ്. ഇടനിലക്കാരെ പറ്റി സംസാരിക്കുന്ന സർക്കാർ അല്ലത്. വരുന്നവൻ കർഷകനാണോ നിങ്ങൾ ചോദിച്ചോ? കർഷകനാണോ എന്ന് ഇപ്പോഴും ചോദിക്കുകയാണ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ബിജെപിയുടെ മനോഭാവം അത്. ഞങ്ങളുടെ മനോഭാവം എന്താണെന്ന് ഈ നാട്ടിലെ കർഷകർക്ക് അറിയാം റെജി ലൂക്കോസേ. 60 വർഷമായിട്ട് 23 വിളകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത സർക്കാരാണിത്, കേട്ടോ? ഇന്നലെയും കൂട്ടി കൊപ്രയുടെ താങ്ങുവില. റെജി വാർത്തയൊക്കെ വായിച്ചിട്ട് വാ. 78% കർഷകരാ. നിങ്ങളുടെ പ്രേക്ഷകരിലുണ്ട് കർഷകര്, നിങ്ങൾ അവരെയും കൂടെ അവമാനിച്ചത്. അല്ല, തീർച്ചയായും നമുക്ക് അതിലേക്ക് അധികം പോകണ്ട. ഇരവാദം കയ്യിൽ വെച്ചാൽ മതി, കേട്ടോ? ഇതിൽ പ്രശ്നം ശ്രീ റെജി ലൂക്കോസ്, ഇതിൽ പ്രശ്നം ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ചോദ്യം ഇവിടെ നിലനിൽക്കുന്നത് ഈ ഇടനിലക്കാരുടെ കോൺസെൻട്രേറ്റ്, ഈ ഇടനിലക്കാരിൽ എന്താണ് വരാത്തതെന്നാണ് ചോദ്യം. 12% ശ്രീ റെജി ലൂക്കോസ്, 12%. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കർഷകൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളയുടെ 12% ഇവർ തിന്ന് തടിച്ചു കൊഴുക്കുന്നത്.
4000-5000 കോടിയുടെ ആസ്തിയുള്ള മണ്ടി ഈ ഇടനിലക്കാരുകൾ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതത്ര നിസ്സാരമാണെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. യെസ്, അതല്ല പോയിന്റിലേക്ക് വരാം. ഈ ആസൂത്രണം ചെയ്തത് ആര് എന്നതിലേക്കാണ് നമ്മുടെ ചർച്ച ഇപ്പോൾ. റെജി ലൂക്കോസിന് പറയാം. വാട്ടർ ബേബി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു കോട്ടുണ്ട്, ഞാനത് ഇവിടെ എടുത്തിടുക. എന്താ അറിയോ? ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു നിയമവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞതാണ്, പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കോട്ട. അത് സന്ദീപിന് അറിയാം. സന്ദീപിനൊന്നും അറിയാൻ പറ്റാത്താളൊന്നുമല്ല. പക്ഷേ ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട, കർഷകർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിഞ്ഞ 100-150 വർഷമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് എന്താ പറയാ വിഷയം. സന്ദീപ് എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരും ആങ്കർമാരാണോ? എന്തായാലും എന്തൊരു കഷ്ടമായി. ഇങ്ങനെയൊക്കെയാണോ? അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞേ ഉള്ളൂ ശ്രീ റെജി ലൂക്കോസ്. അതിലേക്ക് അസഹിഷ്ണുത പാടില്ല. പറയൂ. നിങ്ങൾ ഫ്ലോ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. കാരണം നിങ്ങൾ പൊളിഞ്ഞുകൂടെ? കാരണം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ നിങ്ങളൊരു നീച കഥാപാത്രങ്ങളായിട്ട് ഈ പറയുന്ന ഭരണകൂടം മാറി. ഒരു തർക്കമല്ല കാര്യം. 4 ഗുജറാത്തികളാണ് ഇന്ത്യയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ അറിയാമല്ലോ? വേദനയോട് പറയുന്നു, ഇന്ത്യൻ ജനത പറയുന്ന അറിയോ? നരേന്ദ്രമോദി, അമിത്ഷാ, അംബാനി, അദാനി അല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇനി നിങ്ങൾ ഈ പറഞ്ഞ ഇടനിലക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ കർഷകർ പറയുന്നു ഞങ്ങൾ ഇതുവരെ എന്റർടൈൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ വിപണന തന്ത്രം മതി, ഞങ്ങളുടെ തറവല ഒരിക്കലും മാറ്റാൻ പാടില്ല. ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്റ്റീവ് സോഴ്സുകൾ മുഴുവൻ നിങ്ങൾ മറച്ചു കൊടുക്കുന്നത് പാടില്ല. ഈ 3 നിയമങ്ങളും മതി. നിങ്ങൾ നേരത്തെ ഒരു വാചകം പറഞ്ഞു, എനിക്കൊരു കംപ്ലീറ്റ് അവസരം തരണം. പ്രധാനമന്ത്രി വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. ഇന്ത്യയിലെ ഏതെങ്കിലും കർഷകരുടെ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് സുഹൃത്തെ 11 തവണ ഇന്ത്യയുടെ കൃഷിമന്ത്രിയും പീയൂഷ് ചാവളയെ പോലെയുള്ളവരായിട്ടിരുന്ന് ചർച്ച ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് കർഷകർ വന്നേ? അവരുടെ ഡിമാൻഡ് എന്തായിട്ട്? അവർക്ക് പ്രധാനമന്ത്രിയെ കാണണമെന്നില്ല. പ്രധാനമന്ത്രിയെ കാണണമെന്ന് ഞങ്ങളെ പോലുള്ളവർ പറയും. എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഇടപെടട്ടെ ശ്രീ റെജി ലൂക്കോസ്. എന്നോട് ദയവായി ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഇടപെട്ടോട്ടെ. എവിടെയാണ് നിലവിലെ സംഭരണ തത്വങ്ങൾ ഇല്ലാതാക്കുന്ന വ്യവസ്ഥ ഈ നിയമത്തിലുള്ളത്? എവിടെയാണ് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസിനെ കുറിച്ച് ഈ നിയമത്തിൽ പറയുന്നത്? ഇതൊന്നും ഈ നിയമത്തിലില്ല. മണ്ഡി സിസ്റ്റങ്ങൾ ഇല്ലാതാക്കുന്നുണ്ടോ? ഇല്ല. മണ്ഡി സിസ്റ്റങ്ങൾ അവിടെ തന്നെയുണ്ട്. പകരം വേറെ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മിനിമം സപ്പോർട്ട്, തറവില, അടിസ്ഥാന തറവില, താങ്ങുവില, ഇതൊന്നും ഇല്ലാതാക്കുന്നുണ്ടോ? ഈ നിയമത്തിൽ അങ്ങനെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? ആ നിയമത്തിൽ പുറയുന്നുള്ള ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലാതെ കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്തതോടുകൂടി സ്വാഭാവികമായിട്ട് അവർ ഈ നിയമത്തിൽ അത് ഒരു സ്ഥലത്ത് നിർബന്ധം പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാൽ മതി. ശ്രീ റെജി ലൂക്കോസിന് വമ്പൻ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെ, അതിനെനിക്ക് പറയാമല്ലോ. കാരണം ഈ നിയമം അത്യാവശ്യം ഞാൻ ധാരണയോട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ശ്രീ റെജി ലൂക്കോസ്. അല്ല, അങ്ങനെ പറയാതെ. ശാംബാ പൊതുവെ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പും. പക്ഷെ ഇടപെടുന്ന ഒരു ശരിയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ ഉദാഹരണം പറയാം. ബീഹാറിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നിയമം അവിടെ അടിച്ചേൽപ്പിച്ചു. ബീഹാർ സ്റ്റേറ്റിൽ അന്ന് അവരുടെ ഫ്രീഡം, അതായത് അവർക്ക് ബീഹാർ ഗവൺമെന്റ് അല്ലെ സെൻട്രൽ ഗവൺമെന്റ് അതിനുശേഷം അവിടെ ബീഹാറിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം 2 ഹർത്താൽ നടത്തി. 2 ഹർത്താൽ. സന്ദീപ് അറിയാലോ, തർക്കിക്കാനൊന്നും പറയണ്ട, അതൊക്കെ കറക്റ്റ്. ഞാനതെല്ലാം കളക്ട് ചെയ്തിട്ടാ നിഷാദ്. എനിക്കറിയാം ജനതയിലെ ഞാൻ പറഞ്ഞ ദൂരം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബീഹാറിൽ ഇതിനകത്തൊരു തെളിവുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാനൊരു കറക്റ്റ് 5 വർഷങ്ങൾക്ക് മുമ്പ് 20-22 രൂപയായിരുന്നു വില. അദാനി ഉഴുന്നിന്റെ കുത്തക സ്റ്റോറേജ് ആയി. അദാനി ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള കർഷകരെ എല്ലാം അഡ്വാൻസ് പണം കൊടുത്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഉഴുന്ന് മുഴുവൻ കളക്ട് ചെയ്ത് ഇന്ത്യയിലെ പല ഗോഡൌണിലേക്ക് പൂഴ്ത്തി വെച്ചു. അദാനിക്ക് ആരാണ് ഈ കോൺട്രാക്ട് കൊടുത്തത്? നരേന്ദ്രമോദിയാണോ? ശരിയല്ല. 260 രൂപയ്ക്ക് 22 രൂപയ്ക്ക് കിട്ടിയ സാധനം ഈ കേരളം ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള തൊണ്ടെടുത്ത് മാറ്റി എക്സ്പോർട്ട് ചെയ്തിട്ട് ചവറ് സാധനമാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് വിളിക്കുന്നത്. ഇത് നാളെ ഇവിടുത്തെ അരിക്കുണ്ടാവും. ഈ പറയുന്ന അദാനി അംബാനിയെ പോലുള്ളവർ ഈ അരി മുഴുവൻ സ്റ്റോക്ക് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലെ എഫ്സിയുടെ ഗോഡൌണുകളും പ്രൈവറ്റ് കൊടുത്തത് UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ശ്രീ റെജി ലൂക്കോസ്. ഇറ്റ്സ് ക്ലിയർ. FCA contract. Adani was given the FCA contract during UPA regime. UPA ഭരണകാലത്താണത്. താങ്കൾ ഈ പറയുന്നതിന്റെ ഈ ആപത്കരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത് UPA ഭരണകാലത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ചോദ്യം ഒന്നേ ഉള്ളൂ. എൻ്റെ ചോദ്യം ഇപ്പോഴും വളരെ ലളിതമാണ് ശ്രീ റെജി ലൂക്കോസ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തിനാണ് നാട് കത്തിക്കാൻ ഇറങ്ങുന്നത്? കർഷകരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ കളിക്കുന്ന ആരാണ്? കർഷകരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എടുത്തു പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ ചോദ്യം അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. 2014
2014 കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയില് ഈ കരിനിയമത്തിന്റെ 2 ക്ലോസ് ഉണ്ടായിരുന്നു. ഞാനത് തർക്കിക്കുന്നില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പറയണേ. രാഹുൽ ഗാന്ധി തൊട്ടപ്പുറത്തിരുന്നിട്ട് അയാൾ അതിന്റെ അവിടെ പോയ ഈ പറയുന്ന കർഷകരെന്ന് ഇന്ത്യൻ കർഷകരെ ഇവർക്ക് ആർക്കും വേണ്ട. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെയും കേരളത്തിലെ പല സമുദായ മതവേഷധാരികൾക്ക് സമയം കൊടുത്ത് ചിലരുടെ ഒത്തുതീർപ്പിനായിട്ടൊക്കെ പോയെങ്കിലും പാവപ്പെട്ട 82% കർഷകനെ എന്റെ പ്രതിനിധിയെ കാണാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. 12 രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാര് ഇതിനെതിരെ പ്രതികരിച്ചു. 40 രാജ്യങ്ങളിൽ പ്രകടനം നയിച്ചു. കേരളത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നില്ല എന്ന് തോന്നുന്നല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഒരു നിമിഷം ശ്രീ വിനോസനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ശ്രീ റെജി ലൂക്കോസ് ദയവായി എന്നോട് ക്ഷമിക്കുക. ശ്രീ വിനോസൻ, നമ്മുടെ വിഷയം കലാപത്തിൻ്റെ ആസൂത്രകൻ ആരാണ് എന്നത് തന്നെയാണ്. കാരണം ശക്തമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കടന്നിരിക്കുകയാണ്. UAP ഉൾപ്പെടെ ചുമത്തി അതിശക്തമായ നടപടിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാണ്. ഈ കർഷകരുടെ പേരും പറഞ്ഞ് ഈ കണ്ട തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുക, ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പ്രധാനമന്ത്രിയോടൊപ്പം ക്യാബിനറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സഹമന്ത്രിക്ക് പോലും ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ അരുചിയായി ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ തോന്നി. കൗർ എന്ന് പറയുന്ന മന്ത്രി, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മന്ത്രി, NDA എന്ന് പറയുന്ന ആ മുന്നണിയിൽ എത്രയോ കാലം കൊണ്ട് അധികാരം പങ്കിട്ടിരുന്നത്. അവർക്ക് അധികാരത്തെക്കാൾ വലുത് കർഷകന്റെ ആത്മാഭിമാനമാണ് എന്ന് തോന്നി. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറഞ്ഞതുപോലെ അവർ ഈ സമരം നയിക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റിന്റെ സുഖസൗകര്യങ്ങൾ വിട്ടെറിഞ്ഞ് തെരുവിലേക്ക് മാറി. അപ്പൊ ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ പോലും മുന്നണിയിലെ ഒപ്പമുണ്ടായിരുന്ന ആളുകളെങ്കിലും വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരുന്നത്, എന്തുകൊണ്ടാണ് ഭവതിക്ക് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്? നിങ്ങൾ ഇരിക്കൂ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം, നമ്മൾ ഇത്രയും കാലം ഈ മുന്നണിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് എന്ന് പറയുന്ന തരത്തിൽ മുന്നണിക്കകത്തുള്ള ആളുകളെ മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് ആക്രോശങ്ങളല്ല വേണ്ടത്. നമ്മൾ 10-12 വട്ടം ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഈ നിയമം പാസാക്കുന്ന വേളയിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ സകലമാന മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഇത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ, ഇത് പാർലമെന്റിലെ പ്രതിപക്ഷത്തിന്റെ നിർദ്ദേശങ്ങളെ പരിഗണിക്കാതെ വളരെ പെട്ടെന്ന്, കാരണം ഈ നിമിഷം ഈ നിയമം ഇപ്പോൾ പാസ്സായില്ല എങ്കിൽ ഈ രാജ്യത്തെ കർഷകന് വിനാശകരമായ എന്തോ വന്നു ഭവിക്കും. ഏതോ അണക്കെട്ടുകൾ തകരപ്പെടും എന്നുള്ള പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ് അതിദ്രുതത്തിൽ ഇന്ത്യൻ പാർലമെന്റിന് ഇത്രയും ഒരു വേഗത, എന്താ പറയേണ്ടത്, ഒരു അനിതര സാധാരണമായ ക്ഷണികമായ വേഗത. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം ദുർബലമായ പ്രതിപക്ഷമാണെങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ സംഖ്യയില്ല. പക്ഷെ ആ പ്രതിപക്ഷത്തിന്റെ എല്ലാ സീറ്റുകളിലും ഒരു വോട്ടിന്റെ അക്കൗണ്ട് ഉണ്ട് എന്നും അവർ ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ ശബ്ദമാണ് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന പാർലമെന്റിൽ ഈ നിയമം പാർലമെന്റിന്റെ ചിട്ടവട്ടങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് പോലും ഈ നിയമത്തിന്റെ അരുചി അവരാദ്യമേ തന്നെ ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിന് വന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളാണ്. ഈ പറയുന്ന ട്രാക്ടർ റാലി തുടക്കം കുറിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഹരിയാന സർക്കാർ അടക്കം തടസ്സവുമായി എത്തിയെങ്കിലും അന്ന് ആ സമരം സമാധാനപൂർവ്വം. അതിനുശേഷമാണ് ഇന്ത്യയിലെ കർഷകർ ആരുമില്ല ഇവിടെ സമരം ചെയ്യുന്നത്. ഞാൻ ആ പേര് പെട്ടെന്ന് പറയാൻ മറന്നുപോയി. എന്താ പറയേണ്ടത്, ഒരു ദീർഘകായനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ജനത ഇതിനു മുമ്പേയും രാഷ്ട്രീയമില്ലാത്ത കർഷക സമരങ്ങൾ ഒട്ടേറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ സമരം ചെയ്യുന്ന കർഷകർ നേരത്തെ പറഞ്ഞതുപോലെ 12-24 വട്ടമായാലും നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. കാരണം അതെ, ടിക്കായത്ത്. അപ്പൊ ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരം നടക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല. ആരും വിളിച്ചില്ല.
ആരും വിളിച്ചിട്ടില്ല. യു പി എ സർക്കാർ ഭരിക്കുമ്പോൾ അഴിമതി വിരുദ്ധമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളെ, അണ്ണാ ഹസന അടക്കമുള്ള ആളുകളെ, അതിന്റെ പിറകിൽ അണിനിരുന്ന BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ സാമാന്യ പ്രവർത്തകരെ, ഈ രാജ്യത്തിലെ ഒരു ഭരണാധികാരികളും നിങ്ങൾ ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ നോക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആസാമിലെയും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും ഭീകരവാദികളെ നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അപ്രകാരം അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കൂ, ഇതൊരു സമരമാണ്. സമരത്തിന്റെ ഗതിവിഗതികളെ സംബന്ധിച്ചും സമരക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള തത്വത്തിലൊന്നും നമ്മൾ പറയുന്നില്ല. അത് ഡൽഹിയിലെ പോലീസ്, നിങ്ങൾ ചോദിച്ചല്ലോ ആരാണ് ആക്രമണകാരികൾ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ഈ പറയുന്ന BJP ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷവും BJP അല്ല എന്ന് BJP പക്ഷവും പരസ്പരം ആരോപിക്കുന്ന ആളടക്കമുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടില് ഈ സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം വളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ക്യാമറകളിലും ദൃശ്യങ്ങൾ വന്നിരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതമായിട്ടുള്ളത് ഒരു സമരത്തിന് പ്രത്യക്ഷത്തിൽ യോജിക്കാത്ത തരത്തിലുള്ളത്. പക്ഷെ അതിനെല്ലാം നമ്മളിങ്ങനെ ഇപ്രകാരം രാജ്യദ്രോഹം എന്ന് വിളിച്ചാൽ നമ്മൾ കർഷകർ എന്ന് പറഞ്ഞിരുന്ന അവരെയും നമ്മൾ ഈ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കർഷകരെ ആരെങ്കിലും രാജ്യദ്രോഹി എന്ന് വിളിക്കൂ? ഇവിടെ പ്രശ്നം എന്താണ്? പ്രശ്നം ചിലർ ഉണ്ടാക്കിയ കലാപം. അവരെ രാജ്യദ്രോഹികളല്ലാതെ എങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു പവിത്രമായി കാണുന്ന ചെങ്കോട്ടയിലൊക്കെ കയറി ഇമ്മാതിരി തോന്നിവാസം കാണിച്ചവരെ നമ്മൾ എന്ത് വിളിക്കണം? അവരെ വീണ്ടും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ പറ്റുക? ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടൊരു വിഷ്വലുണ്ട്. ഈ ചർച്ചയ്ക്ക് പോയ 11 തവണയും ചർച്ചയ്ക്ക് പോയ ഒരു മഹാനാണ് ട്രാക്ടറിൽ കയറി പോലീസിനെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടി ഓടി നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല എല്ലാം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ, അധ്വാനത്തിന്റെ വിലയറിയുന്ന ഒരു കർഷകൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സമരത്തിന്റെ ഞാൻ സൂചിപ്പിച്ചത് എന്ന് പറയുന്നത്, നമ്മൾ ഈ സമരത്തിനെ അഭിസംബോധന ചെയ്യുന്ന, ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരു ബഹളത്തിലേക്കും ഈ രാജ്യം ഈ കോവിഡിന്റെ കാലത്ത് വഴുതി വീഴപ്പെട്ടില്ലായിരുന്നല്ലോ. പരിണതപ്രജ്ഞരായ പാർലമെന്റേറിയന്മാർ മുഴുവൻ പറഞ്ഞതല്ലേ നമുക്ക് ഈ നിയമത്തിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളുടെ ആവശ്യമുണ്ട്. ചില ഘട്ടങ്ങളിൽ ചില നിയമങ്ങളെ സംബന്ധിച്ച് അത് ആരുടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ഈ ഫ്ലോറിൽ ചർച്ച ചെയ്തവരോടല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയക്കാരന്റെ മേലല്ല. ഈ നിയമം ആർക്കാണോ ബാധകമാകുന്ന ജനതയെ സംബന്ധിച്ച് അവർക്കിത് വേണ്ട. അവർ ഈ നിയമത്തിന് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്നു. നിങ്ങൾ എന്താ പറയേണ്ടത്? നമ്മൾ ഈ പറയുന്ന വണ്ടി സമ്പ്രദായത്തിലെ നാട്ടുംപുറത്തെ നമ്മുടെ ബ്ലേഡ് പലിശക്കാര്, നമ്മൾ മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമ കടമെടുത്ത് പറഞ്ഞാൽ നാട്ടുംപുറത്തെ ഗോപാലകൃഷ്ണൻ നിന്ന് പുതുതലമുറ ബാങ്കിലേക്ക് പരിണമിക്കുമ്പോൾ ദുരന്തം വരുമെന്ന് അവർ കണക്കാക്കുന്നു. അതായത് നമ്മൾ ഈ പറയുന്നത് ഇതെന്താ? ഈ പറയുന്ന 12% കൈപ്പറ്റുന്ന പ്രാദേശിക ബ്രോക്കർമാരിൽ നിന്ന് നമ്മൾ ഇവരെ മോചിപ്പിച്ചു കൊണ്ടുകൊടുക്കുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്കാണ്. എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം ഒരുപക്ഷെ എൻ്റെ അജ്ഞാനമായിരിക്കാം. എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നത് ഇതിൽ എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് കീഴിൽ അടിമപ്പെടുന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ ബില്ല് ഒരുപക്ഷെ എൻ്റെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.